സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണേശവട്ടം എന്നാക്കണമെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ.ബി. ഗണേഷ് കുമാർ. താൻ താമസിക്കുന്ന കൊട്ടാരക്കരയിലും ഗണേശ ഭഗവാനാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ കേന്ദ്രമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നതെന്നും ഇവരൊക്കെ മന്ത്രിമാരായാൽ നമുക്ക് എന്താണ് നേട്ടമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൾ വയനാട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, എത്ര ചീപ്പായിട്ടാണ് പറയുന്നത്. വിവരവും വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത്. ഇത് ഈ സ്ഥലത്തിന്റെ പേര് സുൽത്താൻ ബത്തേരി എന്നുള്ളത് ഗണപതി വട്ടം എന്നാക്കുന്നു. ഞാൻ ഇന്നലെ തലശ്ശേരി പോയപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളടുത്തും പറയുകയാണ്, സുരേന്ദ്ര അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അവിടെ നടക്കുകയില്ല. ജയിച്ച് അദ്ദേഹം മന്ത്രിയായി പാർലമെന്റിൽ പോയി ശേഷം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആദ്യം വിചാരിക്കണം, പിന്നെ കേരള സർക്കാർ വിചാരിക്കണം, ഏതാ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് പേര് മാറ്റണം. ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും നടക്കാൻ പോകുന്നില്ലെങ്കിൽ എൻ്റെ ആഗ്രഹം കൂടെ എൻ്റെ കൂട്ടത്തിൽ പറയില്ല, ഈ ഗണപതി വട്ടം എന്നുള്ള വാക്കിയത് ഗണേശ വട്ടം എന്നാക്കി തരണം എന്ന് ഒരു അപേക്ഷ. സത്യമല്ലേ? തെറ്റില്ലല്ലോ. രണ്ടും ഒരു പേര് തന്നെ. കൊട്ടാരക്കര ഗണപതിയുടെ പേര് തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് ഇട്ടത്. അപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ ഗണേശൻ എന്ന് എഴുതിയാൽ ഒന്ന് തന്നെ. അപ്പോൾ ഗണേശവട്ടം എന്ന് മാറ്റി തരണം. കാരണം ഏതായാലും ഭയങ്കര നടപടി എടുക്കാൻ പോകില്ല. ആ നടപടി എടുക്കുമ്പോൾ പാവപ്പെട്ട എന്നെ പോലെ ഒരുത്തനും കൂടെ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാം. ആരൊക്കെയാ മന്ത്രിമാർ? ബി മുരളീധരൻ മന്ത്രി, ചെറിയൻകീഴ് വന്നപ്പോൾ ബി മുരളീധരൻ മന്ത്രി, വീണ്ടും അതിനേക്കാലം മന്ത്രി, തിരുവനന്തപുരത്ത് മന്ത്രി, അതിലും വലിയ മന്ത്രിയാവുന്നു. ചെറിയൻകീഴ് നിൽക്കുന്ന ആള് മന്ത്രി, അതിനേക്കാളും വലിയ മന്ത്രിയാവുന്നു. ഇത് ഇവര് മന്ത്രിയാവും എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യൂ? ഇവര് മന്ത്രിയായിട്ട് നമുക്ക് എന്നാ കുന്തം?